എൻ്റെ പേര് ഡോക്ടർ അക്ഷയ്. ഞാൻ റീഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനാണ്. അപ്പോൾ നിങ്ങളൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണോ? അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തിങ്, ഒരു ക്ലിനിക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഒരു ക്ലിനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് അവരുടെ ആ ക്ലിനിക്ക് പ്രോപ്പർ സേഫ്റ്റി സ്റ്റെറിലൈസേഷൻ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. സെക്കൻഡ് തിങ്, അവരെന്ത് ടെക്നിക്കാണ്, എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. പിന്നെ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രോപ്പർ പോസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ഫോളോ അപ്പ് ഉണ്ടോ എന്നാണ്. എല്ലാ മാസവും നിങ്ങൾ ഓരോരോ പിക്ചർ അയച്ചു കൊടുക്കണം. നിങ്ങളുടെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ റിസോൾവ് ചെയ്യണം. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഹെയർ എടുക്കാറ്, അതല്ലെങ്കിൽ വേറൊരാളുടെ ഹെയർ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? യൂഷ്വലി വേറൊരാളുടെ ഹെയർ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സെൻസിറ്റിവിറ്റി റിയാക്ഷന് സാധ്യത കൂടും, അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് റിജക്ഷനും ഉണ്ടാവും. ഇപ്പോൾ യൂഷ്വലി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ എടുക്കുന്ന മെയിൻ ഏരിയാസ് ബാക്ക് സൈഡത്തെ ഹെയർ, ബിയർഡത്തെ ഹെയർ, ചെസ്റ്റ് ഹെയറും അബ്ഡോമിനൽ ഹെയറും. ബാക്ക് സൈഡത്തെ ഹെയർ എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൽ നിങ്ങൾക്ക് മോർ ഡെൻസിറ്റിയും കിട്ടും. ഈ ബാക്ക് സൈഡത്തെ ഹെയർ ഫോളിന് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഇനി അഥവാ ബാക്ക് സൈഡത്തെ ഹെയർ കുറവാണെന്നാണെങ്കിൽ മാത്രമേ നമ്മൾ ബിയർഡത്തെയും ചെസ്റ്റത്തെയും ഒക്കെ ഹെയർ എടുക്കാറുള്ളൂ.